യൂത്ത് ലീഗ് നേതാവ് ഷാക്കിർ നമുക്കൊപ്പമുണ്ട്. ഷാക്കിർ, ഈ കെ.ടി. ജലീൽ ലേഖനം എഴുതിയിരിക്കുന്നത് യോഗനാഥത്തിലാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പത്രാധിപത്യത്തിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിലാണ്. അത് SNDP യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ മുഖപത്രം കൂടിയാണ് ഈ യോഗനാഥം. അതിലെഴുതിയ ലേഖനത്തിൽ ലീഗിനെ തുറന്നെതിർക്കുകയാണ്. ലീഗ് വലിയ സാമ്പത്തിക തട്ടിപ്പിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് ആക്ഷേപം. നേരത്തെ ജലീൽ വെള്ളാപ്പള്ളി നേരത്തെ മുമ്പ് നടത്തിയ മലപ്പുറം പ്രസംഗം അത് മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, മലപ്പുറത്തേക്ക് കുറിച്ചല്ലായിരുന്നു പരാമർശം എന്ന ന്യായീകരണം ജലീൽ നടത്തിയതുമാണ്. ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജലീലും വെള്ളാപ്പള്ളിയും തമ്മിൽ അടുക്കുന്നതിന് പിന്നിൽ എന്താണ്? അല്ല, കെ.ടി. ജലീൽ മുസ്ലിം ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രം പാർട്ടി വിട്ട് അതിന്റെ പ്രത്യുപകാരമായി MLA അതുപോലെ മന്ത്രി പദവിയൊക്കെ CPM നൽകി പോറ്റി വളർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കെ.ടി. ജലീൽ എന്ന് പറഞ്ഞാൽ ലീഗിന്റെ നേതാവോ അല്ലെങ്കിൽ ലീഗ് അനുകൂലിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ ജോലി തന്നെ അതല്ലേ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മാനസിക നില ശരിക്കും പരിശോധിക്കേണ്ടതാണ്. ഞാൻ മത്സരിക്കാനില്ല എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും വാർത്താ സമ്മേളനം നടത്തി പറയും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുസ്ലിം ലീഗിനെ അന്ധമായി വിമർശിച്ച് പച്ച നുണകൾ പറഞ്ഞ് പാർട്ടിയിൽ അധികാരത്തിലേക്ക് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ MLA പദവി വീണ്ടും കിട്ടാൻ വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായിട്ടൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. മുസ്ലിം ലീഗിനെ കുറിച്ച് സാമ്പത്തിക ആരോപണങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിക്കില്ല എന്നുള്ളത് ശരിയല്ലേ? നമുക്കറിയാമല്ലോ, പിണറായി വിജയന്റെ ഒരു വളർത്തുപുത്രനായി ഇടതുപക്ഷ മുന്നണി പ്രവർത്തിച്ച കെ.ടി. ജലീലിനെ പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് അതിശക്തമായി താക്കീത് ചെയ്ത് നമ്മൾ മലയാളികൾ കണ്ടതല്ലേ. അതായത് പരിധി വിട്ട വിമർശനം നടത്തുമ്പോൾ അത് ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കാൻ, മുസ്ലിം ലീഗിന്റെ സംഘടനാ ശക്തിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുക എന്നല്ലാതെ ഒരു തരത്തിലും ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായി ഏതെങ്കിലും വസ്തുതയുള്ള ഒരു കാര്യം കെ.ടി. ജലീൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് തന്നെ വിഴുങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അദ്ദേഹം P.K. ഫിറോസിനെതിരെ പരാമർശം ഉന്നയിച്ചു. P.K. ഫിറോസ് അതിശക്തമായി തെളിവുകൾ സഹിതം ഓരോന്നും പുറത്തു കൊണ്ടുവന്നപ്പോ ഇപ്പൊ മലയാളം സർവകലാശാല വിഷയത്തിൽ അദ്ദേഹം പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് തിരൂരിലെ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഇടപാടിൽ കെ.ടി. ജലീലും CPM നേതാക്കന്മാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെ.ടി. ജലീലിന്റെ ആരോപണങ്ങൾ മലപ്പുറം ജില്ലയിലെ CPM-കാരും പോലും ഏറ്റുപിടിക്കാത്തത് എന്താണ്? ഷാക്കിർ, ഇടയ്ക്കൊന്ന് ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ജലീൽ അതിലൊരു അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ലീഗ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. നോക്കൂ, നിങ്ങള് ഈ അടുത്ത കാലം വരെ കെ.ടി. ജലീൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് എല്ലാ ദിവസവും രാവിലെ ഒന്നുകിൽ വളാഞ്ചേരിയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്താണ് ഇപ്പൊ തിരൂർ സർവകലാശാല വിഷയം വന്നതിന് ശേഷം ഭൂമി ഇടപാടിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കെ.ടി. ജലീലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെ ശക്തമായി പ്രതികരണം വന്നപ്പോ കെ.ടി. ജലീലിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് മാർച്ച് നടന്നല്ലോ. മലയാളം സർവകലാശാല നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ ജനങ്ങളൊന്നാകെ മാർച്ച് നടത്തിയല്ലോ. എന്താ ജലീൽ പ്രതികരിക്കാത്തത്? ഇപ്പൊ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ചില തമാശകളൊക്കെ, ഈ ചില ആളുകൾക്ക് അടി കിട്ടിയാൽ അത് ഒന്നല്ലേ എന്ന് ചോദിക്കും. അതുപോലെ കെ.ടി. ജലീലിന് കനത്ത തിരിച്ചടിയാണ് ഇത്തരം നുണപ്രചരണം കൊണ്ട് സമൂഹത്തിൽ. അതെ ഷാക്കിർ, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ജലീലിന്റെ വെല്ലുവിളി ഇതാണ്, നിങ്ങൾ വലിയ ആക്ഷേപമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് നിയമസഭയിൽ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കണില്ല? ഞങ്ങള് കെ.ടി. ജലീലിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ സർക്കാർ. ഇപ്പൊ കെ.ടി. ജലീൽ ഈ പരാമർശം നടത്തിയ വാർത്താ സമ്മേളനം നടത്തിയ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ? അന്ന് കേരളക്കരയിൽ പോലീസിനെതിരെ CPM-ന്റെ പ്രധാന നേതാക്കന്മാർ പോലും രംഗത്ത് വന്നിട്ടുള്ള സമയത്ത് ചാനലുകളിൽ വാർത്താമാധ്യമങ്ങളിൽ ആ വിഷയം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് പോലും CPM പാർട്ടിക്കകത്ത് പോലും അതിശക്തമായ വിമർശനം പോലീസിനെതിരെ വന്നപ്പോ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കെ.ടി. ജലീൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. 100 രൂപയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഏതെങ്കിലും കമ്മിറ്റി നടത്തിയാൽ ആ കമ്മിറ്റി ഭാരവാഹികൾക്ക് 110 രൂപ ചെലവായി ആ 10 രൂപ ആ കമ്മിറ്റിയുടെ ഭാരവാഹികൾ സ്വയം എടുക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവിടെ ജാതി നോക്കാതെ പാർട്ടി നോക്കാതെ സേവനം ചെയ്ത പാർട്ടിയാണ് അത്. കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്ത് തലം മുതൽ തിരുവനന്തപുരത്തെ കോഴിക്കോട്ടെ CS സെന്റർ ഉൾപ്പെടെ എത്രയോ ആയിരക്കണക്കിന് രോഗികൾക്ക് ദിവസവും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ജീവകാരുണ്യ പ്രവർത്തനത്തെ പ്രധാന മേഖലയാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് മറ്റൊന്ന് കാണാൻ കഴിയുമോ? അതിൽ ഏതെങ്കിലും ആരോപണമുണ്ട്? മാത്രമല്ല, എന്തുകൊണ്ടാണ് ജനങ്ങൾ മുസ്ലിം ലീഗിനെ ഇങ്ങനെ സഹായിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ഈ മുസ്ലിം ലീഗിന്റെ പാർട്ടി നടത്തിയ വയനാട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എത്ര രാഷ്ട്രീയ എതിരാളികളാണ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ളത്? അത് വിശ്വാസ്യതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളത്തരങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ആ സൽപ്പേര് കളങ്കപ്പെടുത്താൻ കെ.ടി. ജലീൽ ശ്രമിക്കുന്നത് അത് മലയാളക്കാരിൽ വിലപ്പോവില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാർ നടത്തിയ പ്രസ്താവന
ഞങ്ങൾ മുസ്ലിം ലീഗുകാരല്ല, മുസ്ലിംകളല്ല. പക്ഷെ മുസ്ലിം ലീഗിനെ കുറിച്ച് KT ജലീൽ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, ദുഷ്ടലാക്കോടെയാണ് എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് അത്ര കാര്യമാക്കി എടുക്കേണ്ട ഒരു സംഗതിയല്ല. പ്രത്യേകിച്ച് മാനസിക രോഗം പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് KT ജലീലുള്ളത്. അത് CPM നേതാക്കന്മാർ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. മന്ത്രിസ്ഥാനം പോയ ദിവസം മുതൽ PK ഫിറോസിനാണ് ഇദ്ദേഹം ഒരു തരം അലർജി കാണിക്കുന്നത്. ഫിറോസ് ജനാധിപത്യ മാർഗത്തിൽ ഒരു മന്ത്രി നടത്തിയ അഴിമതി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അത് നിയമപരമായ മാർഗത്തിൽ നീങ്ങി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയി. അത് ലീഗിനോടോ യൂത്ത് ലീഗിനോടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം ആ അഴിമതി നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. നാവ് കൊണ്ട് കസരത്ത് കാണിച്ച് പ്രവൃത്തിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീലിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. എന്താ അതിൽ അദ്ദേഹം മറുപടി പറയാത്തത്? ഒളിച്ചു കളിക്കല്ലേ? അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉന്നയിച്ച് അദ്ദേഹം ചെറുതാവുക എന്നല്ലാതെ, അദ്ദേഹത്തിന്റെ മാനസികതയിലെ ആളുകൾക്ക് സംശയം ജനിപ്പിക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. ശരി, അതാണ് ഷാക്കിർ, വളരെ നന്ദി പ്രതികരിച്ചു. എന്തായാലും